പ്രധാനപ്പെട്ട വിവരം ഇപ്പോൾ കൈമാറാനുള്ളത്. ഈ മണ്ണിടിച്ചിലുണ്ടായ സ്ഥലത്ത് ഡ്രോൺ ദൃശ്യങ്ങൾ പകർത്തുന്നതിന് കർണാടക പോലീസിന്റെ വിലക്ക് വന്നിരിക്കുന്നു എന്നുള്ളതാണ്. ഡ്രോൺ ഉപയോഗിച്ചാൽ കേസെടുക്കും എന്നാണ് മുന്നറിയിപ്പ്. അരുൺ പൂപ്പറമ്പ വിവരങ്ങൾ നൽകാനുണ്ട്. അരുൺ, മാധ്യമങ്ങൾ, ദൃശ്യമാധ്യമങ്ങൾ ഈ അതിന്റെ ആകാശ കാഴ്ചകൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നൽകിയിരുന്നു. ഡ്രോൺ പറത്തുന്നതിന് ഇപ്പോൾ കർണാടക സർക്കാർ വിലക്കേർപ്പെടുത്തിയിരിക്കുന്നു. എന്താണ് കാരണം? ഗോപികൃഷ്ണൻ, നമുക്കറിയുന്നത് പോലെ തന്നെ ഷിരൂരിലെ അപകട സ്ഥലത്തേക്ക് മാധ്യമങ്ങൾക്ക് പ്രവേശനമില്ല. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഈ അപകട സ്ഥലത്തിൻ്റെ ഒരു 2 കിലോമീറ്റർ അകലെയാണ് മാധ്യമങ്ങളെ ബാരിക്കേഡ് കെട്ടി കർണാടക പോലീസ് തടഞ്ഞിരുന്നത്. ആ ഇടത്ത് പോയി നമുക്ക് ദൃശ്യങ്ങൾ പകർത്തുന്നതിനോ അതോടൊപ്പം തന്നെ വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുന്നതിനോ അനുവാദമില്ല. വളരെ പരിമിതമായ സമയങ്ങളിൽ 1-2 ദിവസം മാത്രമാണ് നമുക്ക് അവിടെ എത്തുകയും അവിടെ നേരിട്ട് അപകട സ്ഥലത്തെത്തി റിപ്പോർട്ട് ചെയ്യാൻ പറ്റിയത്. അപ്പോഴാണ് മാധ്യമങ്ങൾ ഇത്തരം ചില സാധ്യതകൾ കൂടി ദൃശ്യങ്ങൾ പകർത്തുന്നതിന് വേണ്ടി ഈ ഡ്രോൺ ആകാശ ദൃശ്യങ്ങൾ കുറച്ചുകൂടി ഈ റെസ്ക്യൂ നടക്കുന്ന ദൃശ്യങ്ങൾ പകർത്തുന്നതിന് വേണ്ടി ഈ ഡ്രോൺ ഉപയോഗിച്ചത്. അതിനാണിപ്പോൾ കർണാടക പോലീസ് വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഡ്രോൺ ഉപയോഗിച്ചാൽ അതിൽ നിയമ നടപടി ഉണ്ടാവും, കേസ് രജിസ്റ്റർ ചെയ്യുമെന്നാണ് ഇപ്പോൾ കർണാടക പോലീസ് അറിയിച്ചിട്ടുള്ളത്. ഇപ്പോൾ നിലവിൽ മാധ്യമങ്ങൾ ഈ ഡ്രോൺ ഇപ്പോൾ നിലവിൽ ഉപയോഗിക്കുന്നില്ല. അതിലവർ പ്രധാനമായും പറയുന്നത് ഈ സൈന്യം ഉൾപ്പെടെ നേരിട്ടെത്തി നടക്കുന്ന റെസ്ക്യൂ ഓപ്പറേഷനാണ്. അതിൻ്റെ ദൃശ്യങ്ങൾ ഈ രീതിയിൽ ഡ്രോൺ ഉപയോഗിച്ചെടുക്കുന്നതിൽ സുരക്ഷാപരമായ പ്രശ്നമുണ്ട് എന്നതാണ് അവർ അതിലെന്തായാലും ചൂണ്ടിക്കാട്ടുന്നത്. നിലവിൽ മാധ്യമ പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം നേരിട്ട് അവിടെ എത്തി ദൃശ്യങ്ങൾ പകർത്താനോ റിപ്പോർട്ട് ചെയ്യാനോ അനുവാദമില്ല. അതോടൊപ്പം തന്നെ അതിൻ്റെ മറ്റ് സാധ്യതകൾ തേടി ഇത്തരം ഡ്രോൺ വിഷ്വൽസ് എടുക്കാനും നിലവിൽ കർണാടക പോലീസിൻ്റെ അനുമതിയില്ല. അങ്ങനെ എടുത്താൽ കേസ് എടുക്കുമെന്നാണ് പോലീസിന്റെ വിശദീകരണം. ശരി, ഏതായാലും ഡ്രോൺ ഉപയോഗിക്കാനുള്ള അനുവാദം നിഷേധിച്ചിരിക്കുന്നു കർണാടക പോലീസ്. ഇനി അങ്ങനെ ഡ്രോൺ പറത്തി ദൃശ്യങ്ങൾ എടുത്തു കഴിഞ്ഞാൽ കേസ് എടുക്കുമെന്നതാണ് കർണാടക പോലീസ് നൽകുന്ന മുന്നറിയിപ്പ്. നേരത്തെ മാധ്യമ സംഘത്തെ ഒന്നാകെ ഈ സംഭവം നടന്ന സ്ഥലത്ത് നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നതിന് വിലക്കുണ്ടായിരുന്നു. അവരെ അവിടെ നിന്ന് നീക്കം ചെയ്തതിന് അത് തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ ആകാശ ദൃശ്യങ്ങൾ സമ്മാനിക്കുന്ന ഡ്രോണിന്റെ ഉപയോഗവും വിലക്കിക്കൊണ്ടുള്ള കർണാടക സർക്കാരിന്റെ ഇടപെടൽ വന്നിരിക്കുന്നത്. അരുൺ പൂപ്പറമ്പയാണ് വിവരങ്ങൾ നൽകിയത്. ഒരു ചെറിയ ഇടവേള എടുക്കുന്നു. ഇടവേളയ്ക്ക് ശേഷം തിരികെ വരുമ്പോൾ എസ് വിജയകുമാർ നമ്മളോടൊപ്പം തുടരും. നദിയിലെ രക്ഷാദൗത്യം എത്രത്തോളം ശ്രമകരമാണ്, ഏതൊക്കെ മേഖലകൾ കേന്ദ്രീകരിച്ചായിരിക്കും ഇനി പരിശോധന നടക്കാൻ പോകുന്നത്, എന്തൊക്കെ സാങ്കേതിക വിദ്യകളായിരിക്കും ഇതിനുവേണ്ടി ഉപയോഗിക്കാൻ പോകുന്നത്, അതിന്റെ വിശദാംശങ്ങൾ നമുക്ക് പരിശോധിക്കാം ഇടവേളയ്ക്ക് ശേഷം.